പാഠം 780. കോടതിയോട് കളിച്ചാൽ. ഹലോ, അതെ, ആരാണ്? കൊടുക്കാം. ഭാമേ. വിദ്യാലക്ഷ്മി. വിദ്യ, എന്താ രാവിലെ? എന്താ കാര്യം? സംഗതി സത്യമാ. ഞാനിതല്ല മജിസ്ട്രേറ്റ് കോടതിയിലുണ്ടായിരുന്നല്ലോ. അതെ അതെ, ആളൊരു ഭയങ്കര ചൂടനാ. കൊറേ നേരം സംസാരിച്ചു. ഏയ്, അതൊന്നും നടക്കില്ല. ആള് ഭയങ്കര സത്യസന്ധനാണെന്നാ പറഞ്ഞു കേൾക്കുന്നേ. നമ്മുടെ സർക്കാർ സർവീസിൽ അത്രയും സത്യസന്ധനായ വേറൊരാളില്ല എന്നാണ് മത്തായി ചേട്ടൻ പറഞ്ഞത്. അതെ അതെ. ശരി, ഞാൻ വിളിച്ചോളാം. നീ ആരെ പറ്റിയാണ് പറഞ്ഞത്? എന്ത്? സർക്കാർ സർവീസിലെ ഏറ്റവും സത്യസന്ധനായ ആൾ എന്ന് നീ പറഞ്ഞത് ആരെ പറ്റിയാണ് എന്ന്? അത് മജിസ്ട്രേറ്റ് മഹാദേവൻ സാറിനെ പറ്റിയാണ്. കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് സാർ വന്നത്. നല്ല മനുഷ്യൻ. നിയമത്തിൽ അത്രയും അറിവുള്ളൊരു മജിസ്ട്രേറ്റിനെ ഞാൻ കണ്ടിട്ടില്ലേ. പുള്ളിക്കാരൻ ഒരു സുപ്രീം കോടതി ജഡ്ജിയെങ്കിലും ആവേണ്ട ആളാ. അത്രയ്ക്കും എടുക്കാനാ. ആള് കുറച്ച് ചൂടനാണെങ്കിലും സത്യസന്ധനാ. അങ്ങനെയുള്ള മജിസ്ട്രേറ്റുമാരുണ്ടെങ്കിൽ നിയമമൊക്കെ നടപ്പാവും. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്ന് നിനക്കറിയാമോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഞാൻ സത്യസന്ധനാണ് എന്ന് നിനക്കറിയാമോ? അറിയാം. സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മജിസ്ട്രേറ്റ് മഹാദേവനാണ് കൂടുതൽ സത്യസന്ധൻ എന്ന് നീ പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? ഏതർത്ഥത്തിലാണെന്ന്? എന്താ ചിരിക്കുന്നത്? മോഹനേട്ടൻ സത്യസന്ധനായിരിക്കും, സർക്കാർ ഉദ്യോഗസ്ഥനുമായിരിക്കും. പക്ഷെ അതുപോലെയാണോ മഹാദേവൻ സാറ്? മഹാദേവൻ സാറേ മജിസ്ട്രേറ്റ് ആണ്. മജിസ്ട്രേറ്റിന്റെ കാര്യം പറയുമ്പോ വില്ലേജ് ഓഫീസറുടെ കാര്യമൊക്കെ പറയാൻ പറ്റുമോ? ഇപ്പൊ വരും. എന്താണ് വില്ലേജ് ഓഫീസർക്ക് ഒരു കുറവ്? ഈ വില്ലേജിലെ മുഴുവൻ ആളുകളുടെയും സർക്കാർ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഞാനാണ്, കെ മോഹനൻ സാർ. ഒരു വില്ലേജ് ഓഫീസറെ കൊണ്ട് മനുഷ്യർക്ക് എന്തൊക്കെ ഉപകാരങ്ങളുണ്ടെന്ന് നിനക്കറിയാമോ? വില്ലേജ് ഓഫീസറെ കൊണ്ടുള്ളതിനെക്കാട്ടിലും പ്രയോജനം മജിസ്ട്രേറ്റിനെ കൊണ്ടുണ്ടല്ലോ മോഹനേട്ടാ. ഒരിക്കലുമില്ല. ഒരു വില്ലേജ് ഓഫീസിൽ എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യുന്നത്? കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിലെ ശുപാർശ, ഭൂമി വാങ്ങുമ്പോഴുള്ള പോക്കുവരവ്, വർഷാവർഷം കരം തീർപ്പിൽ തുടങ്ങി മനുഷ്യന്റെ മിക്കവാറുമുള്ള എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുന്നത് വില്ലേജ് ഓഫീസറാണ്. മജിസ്ട്രേറ്റ് ചെയ്യുന്നതോ കൊലക്കേസിലും ബലാത്സംഗ കേസിലും പ്രതികളാകുന്നവരെ റിമാൻഡ് ചെയ്യുകയോ ജാമ്യത്തിൽ വിടുകയോ ചെയ്യണം. മോഷണ കേസിലും പോക്കറ്റടി കേസിലും തല്ല് കേസിലും ഒക്കെ പ്രതികളാകുന്നവരെ വിചാരണ ചെയ്യണം. സാധാരണക്കാരന്റെ കാര്യങ്ങളല്ല ഈ പറഞ്ഞതൊന്നും. മോഹനേട്ടൻ ഇങ്ങനെ പലതും പറയുന്നത് എനിക്കറിയാം. ഈ ഭൂമിയിൽ വില്ലേജ് ഓഫീസ് എന്നൊരു ഒറ്റ ഓഫീസ് ഉണ്ടെങ്കിൽ സകല കാര്യങ്ങളും നടക്കുമെന്നാണ് മോഹനേട്ടന്റെ ധാരണ. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഭക്ഷണം, വെള്ളം, പാർപ്പിടം, വസ്ത്രം, യാത്ര ചെയ്യാൻ റോഡുകൾ, വൈദ്യുതി, ഫോണുകൾ ഇവയൊക്കെയാണ്. വില്ലേജ് ഓഫീസിൽ വന്നാൽ ഇതിലേതെങ്കിലും ഒന്ന് നടക്കൂ? ഓഹോ, നടത്തി കൊടുക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ആമേ, നീ ഇങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ ഇങ്ങനെ ആലോചിച്ച് തലമണ്ടയ്ക്കകത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും ശരിയല്ല. നാട്ടിലിറങ്ങി 10 പേരോട് ചോദിച്ചു നോക്ക്, വില്ലേജ് ഓഫീസറാണോ മജിസ്ട്രേറ്റ് ആണോ വലുതെന്ന്. അതിൽ ചോദിക്കാൻ എന്തിരിക്കുന്നു മോനട്ടാ? ഒരു മജിസ്ട്രേറ്റ് വിചാരിച്ചാലേ വില്ലേജ് ഓഫീസറെ കോടതിയിലേക്ക് വിളിച്ചു വരുത്താൻ പറ്റും. വില്ലേജ് ഓഫീസർ വിചാരിച്ചാൽ മജിസ്ട്രേറ്റിനെ വില്ലേജ് ഓഫീസിലേക്ക് വരുത്താൻ പറ്റും. ഒരു വില്ലേജ് ഓഫീസർ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റിനുണ്ട്. തിരിച്ച് വില്ലേജ് ഓഫീസർ അതൊന്ന് ശ്രമിച്ചു നോക്ക്. ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ വില്ലേജ് ഓഫീസർ വെറും പുഴുവാണ്, പുഴു. എന്താണ്? നിന്നെപ്പോലൊരു വക്കീല് അങ്ങനെ പറയും. കാരണം
നീയൊക്കെ കാണാതെ പഠിച്ച് കോടതിയിൽ ചെന്ന് പ്രസംഗിക്കുന്ന വിവരക്കേട് മുഴുവൻ കേൾക്കുന്നത് മജിസ്ട്രേറ്റ് ആണല്ലോ. അപ്പൊ അദ്ദേഹം വലിയ ആളാണെന്ന് നിങ്ങൾക്ക് തോന്നും. തോന്നൂല്ലോ. നമ്മളിപ്പോ പറഞ്ഞ മഹാദേവൻ സാറില്ലേ, അദ്ദേഹം സ്ഥലം മാറി ഇങ്ങോട്ട് വന്നിട്ട് 2 ആഴ്ചയായുള്ളൂ. പക്ഷേ എല്ലാവർക്കും അദ്ദേഹത്തിനോട് എന്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ആണെന്ന് അറിയാമോ? എങ്ങനെ ബഹുമാനിക്കായിരിക്കും എന്ന് പറ. അത്രയ്ക്ക് ഭയങ്കര ലോകഗൗരവമല്ല സാറിന്. ആ അതൊക്കെയുള്ള വേറെ എത്ര പേരുണ്ട് ഈ നാട്ടില്? അവരെയൊന്നും നിന്നെ പോലുള്ളവർ ബഹുമാനിക്കുന്നില്ലല്ലോ. അത് സാറിനെ പറ്റി തന്നെ പറഞ്ഞാന്ന് എനിക്കറിയാലോ. മോഹനേട്ടനെ കുറച്ചു പേരൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷെ മഹാദേവ സാറിന് അത്രയും വിവരമൊന്നുമില്ല. ഇന്നലെ തന്നെ എടുക്കാം. ഇന്നലെ കോടതിയിൽ ഏതൊരു കേസിന്റെ വാദത്തിനിടയിൽ ഏതൊരു എഞ്ചിനീയർ വിസ്തരിച്ചു. എന്റെ മോഹനേട്ട, വാദത്തിനിടയിൽ മഹാദേവൻ സാർ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിലേ അദ്ദേഹം മജിസ്ട്രേറ്റ് ആണോ എഞ്ചിനീയർ ആണോ നമുക്ക് തോന്നിപ്പോ. അത്രയ്ക്ക് അറിവല്ലേ എഞ്ചിനീയറിംഗിലൊക്കെ. എന്താ വലിയ കാര്യമല്ലേ? ഇവിടുത്തെ APP ഇന്നലെ കോടതി വന്നില്ല. മഹാദേവൻ സാർ കാര്യം അന്വേഷിച്ചപ്പോഴാണ് APP ഹോസ്പിറ്റലാണ്, പനിയാണ് എന്നൊക്കെ അറിഞ്ഞത്. ഉടനെ അദ്ദേഹം പറയുകയാണ്, പനിയാണെങ്കിൽ സൂക്ഷിക്കണം, ഇക്കാലത്ത് പലതരത്തിലുള്ള പനികളുണ്ട്, അവയ്ക്കൊക്കെ ഓരോരോ പ്രത്യേകതകളുണ്ടെന്നൊക്കെ. പിന്നെ അദ്ദേഹം പറയുന്ന കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ കരുതി അദ്ദേഹം ഒരു ഡോക്ടർ തന്നെയാണ്. മോഹനേട്ടനല്ലല്ലോ ഇങ്ങനെ തന്നെ പറയുന്നു എനിക്കറിയാലോ. അല്ലെങ്കിലും മറ്റുള്ളവരെ അംഗീകരിക്കാൻ എന്റെ മോഹനേട്ടൻ പണ്ടേ മടിയാണല്ലോ. കഴിവുള്ളവരെ അംഗീകരിക്കാൻ മോഹനേട്ടൻ ഒരു മടിയില്ല. പക്ഷേ 4-5 നേരം പനിയുടെ പേര് പറയുന്നത് വലിയ കഴിവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ APP സോപ്പിടാൻ വേണ്ടി വേശിട്ട് വെറുതെ പറഞ്ഞ. അല്ലേലും ആരെയും സോപ്പിടുന്ന ടൈപ്പ് ഒന്നും അല്ല പുള്ളിക്കാരൻ. കോടതിയുടെ മുറ്റത്ത് നിന്ന് ഉറക്കെ സംസാരിച്ച ഒരു പോലീസുകാരനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു വരട്ടി സാറ്. എന്റെ മോഹനട്ടാ, മജിസ്ട്രേറ്റുമാരായി അങ്ങനെ വേണം. ആ പോലീസുകാരന്റെ മുട്ടുകൂട്ടിയടിച്ചു പോയില്ലേ. ഭയങ്കരം തന്നെ. നീ ഈ പറഞ്ഞ മഹാദേവൻ മജിസ്ട്രേറ്റോ അതോ കവലച്ചേട്ടയോ? അല്ല, ആരെങ്കിലുമൊക്കെ പേടിപ്പിച്ച് മുട്ടുകൂട്ടി ഇടിപ്പിക്കുന്നത് റൗഡികളാണല്ലോ. മര്യാദയ്ക്ക് കേസിന്റെ വാദം കേട്ട് വിധി പറയേണ്ട മജിസ്ട്രേറ്റ് കോടതിയുടെ പുറത്തേക്ക് പോലീസുകാരുടെ നെഞ്ചത്തേണ്ട കാര്യം എന്താ? അതാണ് മോഹനേട്ട മജിസ്ട്രേറ്റിന്റെ അധികാരം. ആ കോടതിയുടെ പരിസരത്തുള്ള സകല ആളുകളും മജിസ്ട്രേറ്റ് പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കോടതിയിൽ വാദം തടസ്സപ്പെടുത്തി ഒരു കാർ ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാർ കസ്റ്റഡിയിലെടുക്കാൻ പോലും മജിസ്ട്രേറ്റിന് പറ്റും. ജുഡീഷ്യൽ അധികാരങ്ങൾ അങ്ങനെയാണ്. പിന്നെ വില്ലേജ് ഓഫീസിന്റെ പരിസരത്ത് കാറിന്റെ ഹോൺ അടിച്ചാലെന്നല്ല, വില്ലേജ് ഓഫീസറെ ചീത്ത വിളിച്ചാൽ പോലും വില്ലേജ് ഓഫീസർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. വില്ലേജ് ഓഫീസർ വന്ന് ആരെങ്കിലും എന്നോട് അപമര്യാദ ഒന്ന് പെരുമാറി നോക്കട്ടെ, അയ്യോ ഒന്നും അറിയാൻ പോകുന്നില്ല. ഏറി വന്നാ മോഹനിടന്ന് പോലീസ് പരാതിപ്പെടുമായിരിക്കും. അതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ. പിന്നെ മജിസ്ട്രേറ്റിന് കോടതിയുടെ പരിസരത്ത് മാത്രമല്ല മോനേട്ടാ, നടു റോഡിലും സിനിമാ തിയേറ്ററിലും ചന്തയിലും എന്നു വേണ്ട സകല സ്ഥലത്തും അധികാരമുണ്ട്. വഴി വെച്ച് മോശമായിട്ട് പെരുമാറുന്ന ഒരാളെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യിക്കാനും റിമാൻഡ് ചെയ്യിക്കാനും മജിസ്ട്രേറ്റിന് പറ്റും. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് ഇരിക്കുന്നിടം കോടതി എന്ന് പറയുന്നത്. വില്ലേജ് ഓഫീസർ ഇരിക്കുന്നിടം വില്ലേജ് ഓഫീസർ ആരെങ്കിലും പറയാറുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം എന്താ? നീ എന്തൊക്കെ പറഞ്ഞാലും ഈ മഹാദേവൻ എന്ന് പറഞ്ഞ മജിസ്ട്രേറ്റ് ഭയങ്കര അഹങ്കാരിയാ. അധികാരം ഉപയോഗിച്ച് പാവപ്പെട്ട ആളുകളുടെ നെഞ്ചു തേർന്നത് അടിയുറവാ. എന്റെ ഈശ്വരാ, മജിസ്ട്രേറ്റിനെ അടിക്കുമെന്നല്ലേ മോനോട് പറഞ്ഞത്? ഇത് മജിസ്ട്രേറ്റ് വല്ല അറിയാനുള്ള അവസ്ഥ മോനോട്ടൊന്ന് ആലോചിച്ച് നോക്കി. മോഹനേട്ടനെ ജാമ്യമില്ലാതെ അകത്തു പോവും. പിന്നെ എന്നെ പിടിച്ച് ആദ്യം അയാളെ മാറ്റേ. ഏതോ പാവം പോലീസ് കോൺസ്റ്റബിളെ വെളുത്തിയ പോലെ എന്നോട് കളിക്കാൻ വന്ന വിവരം അറിയും. മോഹൻ സാറിന് ശരിക്കും അങ്ങനെ അറിയില്ല. സത്യമായിട്ട് ഇത് ഞാൻ മജിസ്ട്രേറ്റോട് പറയും മോഹനേട്ടാ. നീ പറയൂ. നീ പറയാ എന്നെ മൂക്ക് വലിയ ചേട്ടിക്കളയും. അത് നമുക്ക് കാണാലോ. ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് മജിസ്ട്രേറ്റോട് കാര്യം പറയാൻ പോവാ. ആദ്യം നടക്കട്ടെ. നീ ഇപ്പൊ തന്നെ അയാളെ വിളിച്ച് പറയാം. വില്ലേജ് ഓഫീസറാണോ മജിസ്ട്രേറ്റ് ആണോ വല്ലതും അപ്പൊ അറിയാലോ. നീ പറയല്ലേ?
ശരി, ഞാൻ ഇറങ്ങുന്നു. ഹലോ, അതെ ഉത്തമനാണ്. ആ ഹരീഷ്ണ, ആ കാര്യം നടക്കുമെന്ന് തോന്നണില്ലടേ. ഞാൻ ഇന്നലെ ബാങ്കിൽ പോയി ചോദിച്ചപ്പോൾ അവർ ഓരോ തടസ്സങ്ങളാണ് പറയുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്യാ ഹരീഷ്ണ? നമ്മളൊരു പാവം ബ്രോക്കർ, ഈ ആദായ നികുതിയില്ല, പാൻ കാർഡും ഇല്ല. എന്നാലും ഞാനൊരു അവസാന ശ്രമം നടത്താൻ നോക്കാൻ ഇറങ്ങിയതാണ്. അത് നടന്ന ഞാൻ ഹരീഷിനെ അങ്ങോട്ട് വിളിക്കാം. ഓ ശരി ശരി ശരി. നമസ്കാരമുണ്ട് സാറേ. എന്താണ് സാർ, വലിയ ഗൗരവത്തിലാണല്ലോ. എന്തുപറ്റി സാറേ? ഉത്തമ, ഓ നമ്മുടെ നാട്ടിൽ ഒരു വില്ലേജ് ഓഫീസറാണോ മജിസ്ട്രേറ്റ് ആണോ വലുത്? എന്താണ് സാറേ? നമ്മുടെ നാട്ടുകാരനുസരിച്ച് ഒരു വില്ലേജ് ഓഫീസറാണോ മജിസ്ട്രേറ്റ് ആണോ വലിയ ആള്? അല്ല സാറേ, ഇതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ച ഉത്തമൻ പല പല ആവശ്യങ്ങൾക്കായി എത്രയോ വട്ടം വില്ലേജ് ഓഫീസിൽ വന്നിരിക്കുന്നു. അപ്പോഴൊക്കെ ഉത്തമന്റെ ആവശ്യങ്ങൾ സാധിച്ചത് ആരാ? സാറ്. ഉത്തമന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതുവരെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടോ? ഇല്ല. അതായത് ഉത്തമന് ഇതുവരെ ഒരു മജിസ്ട്രേറ്റിന്റെ സഹായവും വേണ്ടി വന്നിട്ടില്ല. ഇല്ല. ചുരുക്കത്തിൽ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു മജിസ്ട്രേറ്റിന്റെ സഹായവും വേണ്ടി വരുന്നില്ല. പക്ഷേ വില്ലേജ് ഓഫീസറുടെ സഹായം പലപ്പോഴും വേണ്ടി വരികയും ചെയ്യും. അതെ അതെ. ചുരുക്കത്തിൽ മാന്യന്മാർക്ക് വില്ലേജ് ഓഫീസറെ കൊണ്ടും കള്ളന്മാർക്ക് മജിസ്ട്രേറ്റുമാരെ കൊണ്ടുമാണ് ആവശ്യം. അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ സാറേ? എന്താ പറ്റത്? ഉത്തമൻ ഇതുവരെ ഏതെങ്കിലും മജിസ്ട്രേറ്റ് സഹായിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ പലവട്ടം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനാണല്ലോ ഉത്തമനെ സംബന്ധിച്ചിടത്തോളം വലിയ ആള്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ എനിക്ക് പ്രധാനമന്ത്രിയെക്കാളും വലിയ ആളാണ്. അല്ല, പ്രധാനമന്ത്രി എന്നെ ഇതുവരെ സഹായിച്ചിട്ടില്ലല്ലോ. അപ്പൊ സാറ് തന്നെയാണ് വലുത്. പിന്നെ സാറേ, ഇപ്പൊ ഇവിടെ ഒരു പുതിയ മജിസ്ട്രേറ്റ് വന്നിട്ടുണ്ട്. മഹാദേവൻ എന്നാണ് പേര്. ആള് പുലിയാണ് സാറേ. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന്റെ ആഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഏതോ ഒരുത്തൻ ഫോണിൽ ചീത്ത വിളിച്ചു. അന്വേഷിച്ചപ്പോ കോടതിയിലെടുത്ത് കട നടത്തുന്ന അനിരുദ്ധരാണ്. ഈ മജിസ്ട്രേറ്റ് നേരിട്ട് അങ്ങോട്ട് ചെന്ന് പോലീസിനെ വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച്. അത് ചെറിയ കാര്യമാണോ സാറേ? വലിയ കാര്യമൊന്നുമല്ല. അതുപോലെ മുനിസിപ്പൽ ഓഫീസിലെ വർഗീസ് സാറിന്റെ കാര്യം. സാർ വലിയ ഗമയായിട്ട് ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് മജിസ്ട്രേറ്റ് അങ്ങോട്ട് കയറി വരുന്നത്. എന്തോ കാര്യത്തിന് വർഗീസ് സാർ ഒന്ന് ഉഴപ്പി. അത് ചോദിച്ച മജിസ്ട്രേറ്റിനെ പറ്റി ആരുടെയൊക്കെയോ എന്തൊക്കെയോ വേണ്ടാതിനെ വർഗീസ് സാർ പറഞ്ഞായിരുന്നു. അതറിഞ്ഞാണ് മജിസ്ട്രേറ്റ് അങ്ങോട്ട് കയറി ചെന്നത്. മുനിസിപ്പൽ ഓഫീസിലുണ്ടായിരുന്ന മുഴുവൻ പേരുടെ മുന്നിൽ വെച്ച് വർഗീസ് സാറിനെ ഒരൊറ്റ വരട്ട്. ഈ സാർ ആകെ നാറി നാണം കിട്ടുപോയി. സാറേ, ടൗണിലൊക്കെ മഹാദേവ മജിസ്ട്രേറ്റിന് ഭയങ്കര പേരാണ്. ഇതൊക്കെ ചുമ്മാ പറയുന്ന. മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് ഒരു മജിസ്ട്രേറ്റിന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ വർഗീസാന്റെ ഏതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കിയതാവും. ഞാൻ വിശ്വസിക്കുന്നില്ല. ചുമ്മാ എന്നാ പറഞ്ഞ കഷ്ടം. എന്റെ കാഞ്ഞന സാറേ, നമുക്ക് ഭാഗ്യമില്ലാന്ന് പറഞ്ഞാ മതിയല്ലോ. ആ പോക്കുവരവ് ചെയ്തു കൊടുത്ത രൂപ 5000 തരാന്ന് പറഞ്ഞ് ആ സോളമൻ രാവിലെ വീട്ടിൽ വന്നിരുന്നു. ഇന്നലെ വീട്ടിൽ പോകുന്ന വഴിക്ക് എന്നെയും വഴി തടഞ്ഞു നിർത്തി എന്നോടും പറഞ്ഞതാ സോളമൻ. ഞാൻ പറഞ്ഞു ഒരു നിവൃത്തിയില്ല സോളമാന്ന്. കഷ്ടമാണ് ശിശുപാലൻ ചേട്ടാ. ആ പോക്കുവരവ് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് വല്ലതും കിട്ടുകയും ചെയ്തനെ. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വില്ലേജ് ഓഫീസർ തീരുമാനിക്കേണ്ട കാര്യം വില്ലേജ് ഓഫീസർ തീരുമാനിക്കും. ഓ, ഞാൻ വെറും ഒരു പാവം ക്ലാസ് 4 കാഞ്ഞന സാറേ, മോഹനേഷ് സാർ വരെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ചിലപ്പോ മോഹനേഷ് സാറിന്റെ മനസ്സലിഞ്ഞാലോ? ഒരിക്കലുമില്ല.
കമ്പോള വിലയിൽ താഴ്ത്തി ആധാരം രജിസ്റ്റർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പോക്കുവരവ് ചെയ്യാമെന്ന് ആ സോളമൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വിവരക്കേട്. മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. കാഞ്ചനയോ സ്വയംപ്രഭയോ ഈ പേരും പറഞ്ഞ് സോളമന്റെ കയ്യിൽ നിന്ന് കാശ് വല്ലതും വാങ്ങിയാൽ സോളമൻ ജയിലിൽ പോകും, നിങ്ങളുടെ ജോലി പോകും. സാർ, സാറിനൊരു ഫോണുണ്ടായിരുന്നു. ആര്? മഹാദേവൻ സാറ്. ഏത് മഹാദേവൻ സാർ? ആ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മഹാദേവൻ സാറേ. സാർ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോ സാറിന്റെ മൊബൈൽ നമ്പർ ചോദിച്ചു. മൊബൈൽ നമ്പർ ഇല്ലാന്ന് പറഞ്ഞപ്പോ സാർ എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചു. തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ആക്രമിക്കാനുള്ള പരിപാടിയാണ്. എന്താ സാറേ മജിസ്ട്രേറ്റുമായിട്ടുള്ള ഇടപാട്? ആളൊരു ചൂടനാണെന്നാ പറയുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. ഒന്നുമില്ല. പിന്നെ വീട്ടിൽ തന്നെ. എന്താ ശിശുമോൻ ചേട്ടാ? വക്കീലേ! നമസ്കാരം വക്കീലേ. എനിക്ക് വക്കീലിൽ ഒരു സഹായം വേണം. സംഗതി മോഹനേര് സാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളത് കൊണ്ടാണ് സാറ് പോയിട്ട് വരാന്ന് വിചാരിച്ചത്. അതെന്ത് സഹായം ഉത്തമ? പിന്നെ എന്റെ പഴയ സ്കൂട്ടർ വിറ്റിട്ട് ഒരു പുതിയ സ്കൂട്ടർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അന്വേഷിച്ചപ്പോ നല്ല പുത്തൻ മോഡൽ സ്കൂട്ടർ ഇറങ്ങുന്നുണ്ട്. ഈ സ്കൂട്ടർ കൊടുത്തിട്ട് ഒരു 20,000 രൂപ ലോൺ എടുത്ത കാര്യം നടക്കും. ആ മഹാലക്ഷ്മി ഫിനാൻസിൽ പോയിട്ട് ലോണിന്റെ കാര്യം സംസാരിക്കുകയും ചെയ്തു. അവര് പറഞ്ഞു ലോണ് തരാമെന്ന്. ഇന്നലെ ചെന്നപ്പോ പറയാണ് എന്റെ വരുമാനം വെച്ച് ലോണ് തരാൻ പറ്റൂല എന്ന്. ആ സ്കൂട്ടർ കടയിലെ ഹരീഷനാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിയോട് വിളി. ഇനിയിപ്പൊ ഞാൻ എന്തോന്ന് ചെയ്യും? ഇതിലിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് മഹാലക്ഷ്മി ഫിനാൻസിലെ ദിനേശ സാറിന് വക്കീലിന് പരിചയം ഉണ്ടല്ലോ. വക്കീല് പറഞ്ഞ ദിനേശ സാറ് കേൾക്കും. എന്റെ ഈ കാര്യം ഒന്ന് വിളിച്ച് പറയണം വക്കീലെ. ദിനേശ് സാറിനോട് സംസാരിക്കാനാണെങ്കിൽ എന്നെക്കാട്ടിലും നല്ലത് മോഹനേട്ടനല്ലേ? അവര് തമ്മിൽ ഭയങ്കര അടുപ്പമാ. ഓ എന്റെ വക്കീലെ, ലോൺ എടുത്ത് സ്കൂട്ടർ എടുക്കുന്ന കാര്യം പറഞ്ഞ മോഹനേഷ് സാർ സമ്മതിക്കുവോ? ഒരു കാരണവശാലും ലോൺ കൊടുക്കരുതെന്ന് ദിനേശ് സാറിന്റെ അടുത്ത് മോഹനേഷ് സാർ വിളിച്ചു പറയും. അതുകൊണ്ട് സാർ അറിയാതെ വക്കീൽ ഒന്ന് വിളിച്ച് പറയണം. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ലേ. വക്കീൽ പറഞ്ഞ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹലോ, ദിനേശ് സാറല്ലേ? സാർ, ഞാൻ സത്യഭാമയാണ്. അഡ്വക്കേറ്റ് സത്യഭാമ. സുഖമായിരിക്കുന്നു സാർ. ഇല്ല, ഇന്ന് കോടതി പോയില്ല. പിന്നെ ഞാൻ സാറിനെ വിളിച്ചത് ഒരു സഹായം ചോദിക്കാനാ. ഇന്നലെ സാറിന്റെ ബാങ്കിൽ ഒരു ലോൺ എടുക്കാനായി എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വന്നിരുന്നു. ഉത്തമൻ എന്നാണ് പേര്. അതെ, എന്തോ ഒരു തടസ്സം പറഞ്ഞ് ലോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞു. സ്കൂട്ടർ വാങ്ങാനാ. ഓ അതെ സാർ, ഈ ഉത്തമൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. സാറൊന്ന് മനസ്സ് വെച്ചാൽ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ പറ്റും. അതെ അതെ. അയ്യോ, അത്ര വിശ്വാസമില്ലെങ്കിൽ ഞാൻ ശുപാർശയില്ലെന്ന് സാറിന് അറിഞ്ഞൂടെ? ഓ ഓ പറയാം സാർ, ഇന്ന് തന്നെ വരാൻ പറയാം. ശരി. എന്തായി വക്കീലെ? ദിനേശ് സാറിന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് ഉത്തമൻ മഹാലക്ഷ്മി ഫിനാൻസിലേക്ക് ഒന്ന് ചെന്നാൽ മതി. ദിനേശ് സാറിനെ തന്നെ കണ്ട് ഞാൻ പറഞ്ഞ ആളാണ്. ശരി വക്കീലെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. ഉപകാരം മറന്നാലും കുഴപ്പമില്ല. ഞാൻ ദിനേശ് സാറിനെ വിളിച്ച് പറഞ്ഞ കാര്യം മോഹനേട്ടൻ അറിയരുത്. അറിഞ്ഞിട്ടുണ്ടെങ്കിലും മോഹനേട്ടൻ ചത്താലും ഈ ഉത്തമ അത് പറയൂല. അക്കാര്യത്തില് വക്കീലിൽ എന്നെ വിശ്വസിക്കാം. ഞാൻ ഹരീഷ്ണനെ വിളിച്ചേ ലോണ് ശരിയായ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ശരി വക്കീലെ.
ഹലോ. ഞാനാ. ആ എന്താ മോനേട്ടാ? നീ ആള് കൊള്ളാലോ. ഇങ്ങനെ നിനക്ക് തോന്നിയ ദിവസം കാണിക്കാനല്ല ആ ഫോൺ ഞാനിവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്. എന്താ മോനേട്ടാ? നീ ആർക്കാ ഫോൺ ചെയ്യുന്നതൊക്കെ എനിക്കറിയാം. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ നീ കരുതണ്ട. ഞാൻ ഇന്ന് നീ കാണിച്ച അഹങ്കാരത്തിന് നീ വിവരം അറിയും. ഹലോ. ദിനേശ് സാറിനെ വിളിച്ചാലും മോഹനേട്ടൻ എങ്ങനെ അറിഞ്ഞു? ആ ഹരീഷ, സംഗതി ശരിയാക്കിയിട്ടുണ്ടേ. നമ്മുടെ സത്യഭാമ വക്കീൽ ബാങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി എന്താണ് വേണ്ടത്? ഓ ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ബാങ്കിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഓ ശരി, ആയിക്കോട്ടെ. ഓ ഉത്തമ, സംഗതി പ്രശ്നമായി. എന്താണ് വക്കീലെ? ഞാൻ ബാങ്ക് വിളിച്ച് പറഞ്ഞ കാര്യം മോഹനേട്ടൻ അറിഞ്ഞു. എന്റെ പൊന്നെ, എങ്ങനെ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മോഹനേട്ടൻ എന്നോട് വിളിച്ച് കാര്യം ചോദിച്ചു. ഫോൺ ചെയ്ത കാര്യം അറിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ്. മിക്കവാറും ആ ദിനേശ് സാർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. മോഹനേട്ടന്റെ അടുത്ത് പറയരുത്, ദിനേശ് സാറിന്റെ അടുത്ത് പറയേണ്ടതായിരുന്നു. സാറ് ദിനേശ് സാറിന്റെ അടുത്ത് ലോൺ കൊടുക്കരുതെന്ന് പറഞ്ഞുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ലോണിന്റെ കാര്യം ഗോവിന്ദ. വക്കീലെ, വക്കീൽ എന്നെ സാറിനെ വിളിച്ചൊന്ന് സോപ്പിട്. ഞാൻ ആ സ്കൂട്ടർ എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ചോട്ട്. സാറ് പാര വെച്ച ദിനേശ് സാറ് ലോൺ തരൂല. അല്ല, ഞാനിതിപ്പോ എന്ത് പറയൂന്നുള്ളതാണ്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്താണ് പറഞ്ഞുകൂടാത്തത്? വക്കീൽ വിചാരിച്ചാൽ എന്റെ കാര്യം നടക്കും. ഒന്ന് സാറിന് വിളി വക്കീലേ, ഒന്ന് പ്ലീസ്. നടക്കുമോ? ഹലോ. ആ മോഹനേട്ടാ, ഞാനാ. എന്നോട് ദേഷ്യപ്പെടല്ലേ മോഹനേട്ടാ. ഞാൻ ഫോൺ ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് മോഹനേട്ട ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഒന്നും പറയണ്ട. സ്വന്തം ഭർത്താവിനോട് ഇങ്ങനെ പെരുമാറുന്ന വേറെ ഒരു ഭാര്യയും ഈ ലോകത്തുണ്ടാവില്ല. ഞാൻ ആരാ നീ കരുതിയത്? നിനക്ക് വെച്ചിട്ടുണ്ട്. ഇനി നീ ആർക്കെങ്കിലും ഫോൺ ചെയ്യാൻ എനിക്കത് കാണണം. ഹലോ. രക്ഷയില്ല. തൽക്കാലം സോപ്പിടാൻ പോയിട്ട് കാര്യമില്ല. അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു തമാശ പറഞ്ഞിട്ട് വരില്ല. ഉടനെ മത്സരത്തെ കുറിച്ച് പറഞ്ഞു വെച്ചാല് എവിടുത്തെ മര്യാദ? സാർ, എന്താ? ആ സോളമൻ വന്ന് നിൽപ്പുണ്ട്. സോളമൻ പോക്കുവരവ് നടത്താൻ വന്ന സോളമൻ. ശിശുപാല, കമ്പോള വിലയിൽ താഴ്ത്തി രജിസ്റ്റർ ചെയ്ത് ആധാരം പോക്കുവരവ് ചെയ്യുന്ന പ്രശ്നമില്ല. സോളമനോട് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞു, അവൻ പോകുന്നില്ല സാർ. സാറ് വന്നൊന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞാലേ പറ്റൂ. അതല്ലേ സാർ നല്ലത്. ഇന്ന് അവന്റെ അന്ത്യമാണ്. സാറേ നമസ്കാരം. എന്താ സോളമനോടത്? കൃത്യമായ രേഖയില്ലാതെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് കെ മോഹനകൃഷ്ണൻ പറഞ്ഞതാ. ഇനി സ്വയംപ്രഭയ്ക്കോ കാഞ്ചനയ്ക്കോ കൈക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് കിട്ടാനും പോകുന്നില്ല. ഒരക്ഷരം ഇടരുത്. നിങ്ങളുടെയൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കുന്ന സ്ഥലമല്ല വില്ലേജ് ഓഫീസ്. മനസ്സിലായോ? ഭഗവാനെ, മജിസ്ട്രേറ്റ് ഇവിടെ ഉള്ളവരുടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ ചീത്ത വിളിക്കാനാണ് പരിപാടി. നടക്കില്ല, നടക്കില്ല. ആര് വന്ന് അന്വേഷിച്ചാലും ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കണം. ഒരു കാരണവശാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരും പറയാൻ പാടില്ല. ആരാ സാർ വരുന്നത്? ഞാനിവിടെ ഇല്ല. അല്ല സാർ, കൊള്ളാം. മുനിസിപ്പൽ ഓഫീസിലെ വർഗീസ് സാറിന് ഓഫീസിൽ കയറി പേടിപ്പിച്ച് നാണം കെടുത്തിയ പോലെ എന്നെ ഇവിടെ കയറി പേടിപ്പിക്കാനാണ് പരിപാടി. കാഞ്ചനയുടെയും സ്വയംപ്രഭയുടെ മുന്നിൽ വെച്ച് അങ്ങനെ വല്ല ഉണ്ടായ പിന്നെ ജീവിച്ചതിന്റെ കാര്യമില്ല. ഇങ്ങ് വാങ്ങടെ. വരാൻ പറഞ്ഞ വരൂ. എന്താ ശിശുപാലൻ ചേട്ടാ പ്രശ്നം? ആരാ വരുന്നത്? എന്തോ കാര്യമായിട്ട് സംഭവിച്ചു.
സാർ. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിരിക്കാണ്, 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരുന്ന പറഞ്ഞാൽ മതി. താലൂക്ക് ഓഫീസിൽ 2 ആഴ്ച സാർ. അതെന്തിനാണ് ഞാൻ ശിശുപാലിന് പിന്നെ പറഞ്ഞുതരാം. താലൂക്ക് ഓഫീസിൽ പോകുന്ന അതുവഴിയല്ല, അത് ബാത്റൂമിൽ പോകുന്ന വഴിയാ. കൊല്ലും ഞാൻ. താലൂക്ക് ഓഫീസിൽ ഏത് വഴി പോവാൻ? ശ്ശോ, എന്തോ വലിയ പ്രശ്നമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ മഹാദേവൻ, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. നമസ്കാരം സാർ. വില്ലേജ് ഓഫീസർ മോനേഷൻ ഇല്ലേ ഇവിടെ? അത് ഇല്ല സാറ് ഇത് താലൂക്ക് ഓഫീസിൽ പോയിരിക്കാം, 2 ആഴ്ച കഴിഞ്ഞേ വരൂ അല്ലേ? ഇനിയിപ്പോ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. ആരുമില്ല. ഇതുവഴി പോയാൽ സഹകരണ ബാങ്കിലെ പുറകുള്ള വഴിയിലൂടെ രക്ഷപ്പെടാൻ പറ്റും. മജിസ്ട്രേറ്റ് പോയി കഴിഞ്ഞിട്ട് പതുക്കെ തിരിച്ചു വന്നാൽ മതി. സാറോ? സാറെന്താ ഈ വഴിക്ക്? എനിക്ക് ഈ വഴി പോയിക്കൂടെ? അല്ല, ഈ വഴിക്ക് സാറിനെ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എല്ലാ ദിവസവും എല്ലാരും ഒരേ വഴിയിലൂടെ അല്ലല്ലോ പോകുന്നത്. ചിലപ്പോ വഴി മാറി പോയതൊക്കെ ഇരിക്കും. ഞാൻ അങ്ങോട്ട് പോകുന്നത്. പട്ട് മൂത്തിറങ്ങിയതല്ലേ? പട്ടികളെ വളർത്തിയിട്ടുണ്ട് ആളുകളെ കഴിപ്പിക്കാനായിട്ട്. മനുഷ്യനെ പേടിപ്പിക്കുന്നോ? ഇത് എവിടെയെങ്കിലും പോകുമ്പോ സുധാരണ പറയണമെന്നുണ്ടോ? അങ്ങനെ വേണ്ടോ? ഞാൻ ഈ സൗകര്യം പോകും. ആഹാ, പേടിപ്പിക്കാനെങ്കിലോ? സാറേ, ഇന്ന് ആഫീസ് ഇല്ലേ സാറേ? ഇല്ല, ആഫീസ് കത്തിപ്പോയി. അറിഞ്ഞില്ലായിരുന്നു അത്. എന്താ സാറേ, വലിയ ചൂടിലാണല്ലോ. ഞാൻ രാജപ്പനോട് അങ്ങോട്ടൊന്നും ചോദിച്ചില്ലല്ലോ. രാജപ്പൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഇഷ്ടംപോലെ പോലെ മറുപടി പറയും. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചെടുക്കുമ്പോ ചോദ്യത്തിലേക്ക് വന്നേക്കുന്നു അഹങ്കാരി. അയ്യോ, ക്ലാസ് വിഷമായിട്ട് ഏയ് മോനേഷന, എന്നെ അറസ്റ്റ് ചെയ്തു. നോക്കി കൊല്ലാൻ വിധിക്കൂലായിരിക്കും. എന്റെ കാര്യം പോക്കാം. നാട്ടുകാരില്ലെന്ന് തോന്നുന്നു. ആളുകളുടെ മുന്നിൽ വെച്ച് എന്റെ തന്തയ്ക്ക് വിളിച്ച മാനം പോവല്ലോ ദൈവമേ. നമസ്കാരം. ഞാൻ മോനേഷനെ കാണാൻ വില്ലേജ് ഓഫീസ് വരെ പോയിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ഓടി വിളിച്ചത്. അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞത് മോനേഷൻ താലൂക്ക് ഓഫീസിലേക്ക് പോയെന്ന്. ഈ തഹസിൽദാർ പെട്ടെന്ന് വിളിച്ചിട്ട് എന്നെ കണ്ടോളാൻ പോയെന്ന് പറഞ്ഞു. പറഞ്ഞത് തഹസിൽദാറാകുമ്പോ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. എനിക്ക് മേലുദ്യോഗസ്ഥന്മാരൊക്കെ വലിയ ബഹുമാനമാ, പ്രത്യേകിച്ചും സാറിനെ പോലുള്ള മജിസ്ട്രേറ്റന്മാരോട് എനിക്ക് ഭയങ്കര ബഹുമാനം ആരാധനയുണ്ട്. താനോട് എനിക്ക് ബഹുമാനം ഇല്ല എന്ന് താനോട് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിലൊന്നും ഒരു സത്യമില്ല സാറേ, ഒരു സത്യമില്ല. ഏയ്, എന്റെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും മോനേഷനെ പറ്റി ഇപ്പൊ ആരാ മോശമായിട്ട് സംസാരിക്കാനുള്ളത്? എന്റെ അറിവിൽ മോഹനകൃഷ്ണനെ പോലെ സത്യസന്ധനായ വേറൊരു ഓഫീസറേ ഇല്ല. അപ്പൊ പിന്നെ താരത്തിനെ വില്ലേജ് ഓഫീസിലേക്ക് വന്നത്? അത് കൃഷി ഓഫീസിന്റെ കിഴക്ക് ഭാഗത്തുള്ള 15 സെന്റ് സ്ഥലം അത് ഞാൻ വാങ്ങാൻ പോവുക. ഒരു യോഹന്നാന്റെ പേരിൽ ആ സ്ഥലം. സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ വില്ലേജ് രേഖകളൊക്കെ ഒന്ന് ശരിയാണോ എന്ന് അറിയണമല്ലോ. മോഹനകൃഷ്ണനോട് ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാലോ എന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സർവേ നമ്പർ
12/216. തണ്ടപ്പേര് കുറ്റിക്കാട്ട് യോഹന്നാൻ. 15 സെന്റ്. അതൊന്ന് നോക്കി എന്നെ ഒന്ന് വിവരം അറിയിക്കണം. അല്ല, മോഹനേഷൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഇത് ബുദ്ധിമുട്ടായോ? അപ്പോ പിന്നെ ഞാൻ വരട്ടെ. ആ, മോഹനേഷനെ ഇവിടെ വെച്ച് കണ്ടത് ഭാഗ്യമായി. സാർ, ഭൂമി വാങ്ങുന്നത് സാറിന്റെ വ്യക്തിപരമായ കാര്യമാണല്ലോ. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇങ്ങനെ സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയാണോ? സാർ അങ്ങനെ ചെയ്തുകൊണ്ട് എന്തൊക്കെ പ്രശ്നമാണെന്ന് അറിയാമോ? എന്ത് പ്രശ്നങ്ങൾ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇനിയിപ്പോ സാറിന് സമയമില്ല, എനിക്ക് സമയമില്ല. എന്തായാലും മോഹനേഷൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾക്ക് ഒഫീഷ്യൽ കാർ ഉപയോഗിച്ച തെറ്റ് തന്നെയാണ്. ശരി, ഇനി അത് ആവർത്തിക്കില്ല. എന്നാലും എന്റെ മോഹനയുടെ ഒരു സംഭവം തന്നെ. മഹാദേവ സാർ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴേ ഹോ, ഞാൻ അന്തം വിട്ടുപോയി മോഹനട്ടാ. എന്റെ ഈശ്വര. എന്നാലും മോഹനട്ടാ, ഒരു മജിസ്ട്രേറ്റിന്റെ മുഖത്ത് നോക്കി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കരുത് അങ്ങനെ പറയണമെങ്കില് ചില്ലറ ധൈര്യമൊന്നും പോരല്ലോ. അല്ല, അതിനെ ആ കാറിൽ മജിസ്ട്രേറ്റ് വന്നിട്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്ത് പ്രശ്നം? അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും നാളെ എനിക്ക് അഭിമാനത്തോടെ കോടതി കയറിച്ചല്ല. എന്റെ ഭർത്താവിനെ പറ്റി മജിസ്ട്രേറ്റിന് വലിയ ബഹുമാനാണെന്ന് എനിക്ക് പറയാലോ. അതിനെ അങ്ങനെയല്ലേ വേണ്ടത്. ഞാൻ ഭയങ്കര സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. അത് പോട്ടെ മോനട്ടാ. മോഹനേട്ടൻ ആ നേരത്തെ റോഡിലൂടെ എവിടെ പോയതായിരുന്നു? എവിടെ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഓടി താലൂക്ക് ഓഫീസിൽ പോയതാ. പിന്നെ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാ താലൂക്ക് ഓഫീസിൽ ചെല്ലണമെന്ന് തഹസിൽദാരെ വിളിച്ചു പറഞ്ഞു. എന്ത് നിസ്സാര സംശയം ഉണ്ടെങ്കിലും തഹസിൽദാർ തന്നെയാണല്ലോ വിളിച്ച് ചോദിക്കാറുള്ളത്. എന്റെ മോഹനേട്ടനെ മറ്റുള്ള ആളുകളൊക്കെ കണ്ടു പഠിക്കണം. മോഹനേട്ടൻ ആർക്കൊക്കെ ബഹുമാനം? തഹസിൽദാർക്ക്, കളക്ടർക്ക്, മജിസ്ട്രേറ്റിന്. പിന്നെ മോഹനേട്ടാ, ഉത്തമൻ കരഞ്ഞു പറഞ്ഞത് കൊണ്ടാ ഞാൻ ദിനേശ് സാറിനെ വിളിച്ച് ശുപാർശ ചെയ്തത്. ഇനി അതിന്റെ പേരിൽ മോഹനേട്ടൻ എന്നെ വഴക്ക് പറയാനൊന്നും പാടില്ല. എന്താണെന്നൊക്കെ മോഹനേട്ടൻ അറിയാം. മോഹനേട്ടൻ ഇപ്പൊ അത് മറന്നുപോയതല്ലേ. ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ആ, മജിസ്ട്രേറ്റിനെ വരെ മര്യാദ പഠിപ്പിച്ച ആളല്ലേ എന്റെ മോഹനേട്ടൻ. സംഗതി കൈവിട്ടു പോയെന്നാണ് വില്ലേജ് ഓഫീസർ കരുതിയത്. പക്ഷേ കക്ഷി പേടിച്ചതുപോലെയൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിലും ഭർത്താവിന് ദോഷം വരുന്ന ഒരു കാര്യം സത്യഭാമ ചെയ്യുമെന്ന് കരുതേണ്ട കാര്യമുണ്ടായിരുന്നില്ല മോഹനകൃഷ്ണന്. എന്തായാലും വരാനുള്ളതൊക്കെ വന്ന സ്ഥിതിക്ക് ഇന്നത്തേക്ക് വിടാം.